നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എവിടെയും മോന്ത എന്ന ചുഴലിക്കാറ്റിന്റെ പേരും മോന്ത എന്ന ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒക്കെയാണ്. ആരാണ് ഈ മോന്ത എന്ന പേര് കൊടുത്തത് എന്ന് മലയാളികൾ പലപ്പോഴായി ചോദിച്ചിരുന്നു. മോന്ത എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ കമന്റുകളായിട്ടും ട്രോളുകളായിട്ടും വന്നിരുന്നു. അല്ല, ഇത് മോൻ ത ആണ് എന്ന് പറഞ്ഞ് നിരവധി ആളുകൾ വരികയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ മോന്ത എന്ന പേര് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ആരാണ് ഈ പേരിട്ടത്, എന്താണ് ഈ പേരിന്റെ അർത്ഥം എന്നൊക്കെ തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോന്ത ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടും. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഒഡീഷ, ആന്ധ്ര, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്താണ് മോന്ത, ആരാണ് പേരിട്ടത് എന്ന് നോക്കാം. വടക്കേ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത് ന്യൂഡൽഹിയിലെ റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെറ്റിയോളജിക്കൽ സെന്റർ അഥവാ RMC എന്നറിയപ്പെടുന്ന ഈ സെന്ററാണ്. ലോക കാലാവസ്ഥാ ഘടന WMOയുടെയും ഐക്യരാഷ്ട്രസഭയുടെയും ഏഷ്യ പസഫിക് സാമ്പത്തിക സാമൂഹിക കമ്മീഷന്റെയും ഈസ്കേപ്പ് മേൽനോട്ടത്തിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് IMD ആണ് ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത്. തായ്ലാന്റാണ് മോന്ത എന്ന പേര് ഇട്ടത്. സുഗന്ധമുള്ള പുഷ്പം അല്ലെങ്കിൽ മനോഹരമായ പുഷ്പം എന്നാണ് മോന്ത എന്നതിന്റെ അർത്ഥം. ചുഴലിക്കാറ്റുകളെ സംബന്ധിച്ച വിവരങ്ങൾ ക്രോഡീകരിക്കാൻ പലപ്പോഴും കൃത്യമായി അവർക്ക് പേരുണ്ടെങ്കിലേ സാധിക്കൂ. അതുകൊണ്ടാണ് ചുഴലിക്കാറ്റുകൾക്ക് വ്യത്യസ്തമായ പേരുകൾ നൽകുന്നത്. 2000-ലാണ് ഏഷ്യ പസഫിക് മേഖലയിലെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകാനായി രാജ്യങ്ങളുടെ കൂട്ടായ്മ രൂപീകരിച്ചത്. ബംഗ്ലാദേശ്, ഇന്ത്യ, മാലിദ്വീപ്, മ്യാൻമാർ, ഒമാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക, തായ്ലാന്റ്, യമൻ, ഇറാൻ, ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയാണ് ഈ മേഖലയിലെ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്ന രാജ്യങ്ങൾ. ഓരോ രാജ്യവും 13 പേരുകൾ നിർദ്ദേശിക്കും. ഇങ്ങനെ രാജ്യങ്ങൾ സമർപ്പിച്ച 169 പേരുകളിൽ നിന്നാണ് പുതിയ ചുഴലിക്കാറ്റ് രൂപപ്പെടുമ്പോൾ അതിന് പേര് തിരഞ്ഞെടുക്കുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലാണ് പട്ടികയിൽ രാജ്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ അടിസ്ഥാനത്തിൽ രാജ്യങ്ങൾ നിർദ്ദേശിച്ച പേര് നൽകും. ഇപ്പോൾ വന്ന ചുഴലിക്കാറ്റിന് തായ്ലാന്റ് പേര് നൽകിക്കഴിഞ്ഞു. ഇനി അടുത്ത ഊഴം UAEക്കാണ്. പട്ടിക പ്രകാരം അടുത്ത ചുഴലിക്കാറ്റിന് സെൻയാർ എന്നായിരിക്കും പേര്. അതിനുശേഷം ദിദ്വ അതായത് യമൻ പേരിട്ട ദിദ്വ, അർണാബ് എന്ന ബംഗ്ലാദേശ് പേരിട്ടു, മുറാസു എന്ന ഇന്ത്യ പേരിട്ട് എന്നീ ചുഴലിക്കാറ്റുകളാണ് വരാനിരിക്കുന്നത്. പേരിടാനുമുണ്ട് ചില മാനദണ്ഡങ്ങൾ. 1900-ങ്ങളുടെ മധ്യത്തിൽ ചുഴലിക്കാറ്റുകൾക്ക് സ്ത്രീ നാമങ്ങൾ മാത്രമേ നൽകിയിരുന്നുള്ളൂ. പിന്നീട് 1900-ങ്ങളുടെ അവസാനം മുമ്പ് ദക്ഷിണാർദ്ധഗോളത്തിലെ ചുഴലിക്കാറ്റുകൾക്ക് പുരുഷ നാമങ്ങൾ നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഇടുന്ന പേരുകൾ നിഷ്പക്ഷമാണ്. രാജ്യങ്ങളടങ്ങുന്ന പേരുകൾക്ക് ചില കർശന മാനദണ്ഡങ്ങളുണ്ട്. പേര് നിഷ്പക്ഷമായിരിക്കണം. ഏതെങ്കിലും ജനവിഭാഗങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താത്തതായിരിക്കണം. പരമാവധി 8 അക്ഷരങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ജാതി, മതം, വർഗം, വർണ്ണം, രാഷ്ട്രീയം തുടങ്ങി ഈ പറയുന്ന ഏവയുമായുമുള്ള വിവേചനങ്ങൾ ഒഴിവാക്കണം. ഉച്ചരിക്കാൻ എളുപ്പമായിരിക്കണം തുടങ്ങിയ നിരവധി മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചുഴലിക്കാറ്റുകൾക്ക് പേര് ഇടുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, കൃത്യമായി തന്നെ കാര്യങ്ങൾ നോക്കുമ്പോൾ മോന്ത ചുഴലിക്കാറ്റ് കരതൊടുന്നുണ്ട്. മോന്ത എന്നത് ഒരു സുഗന്ധത്തിന്റെ പേരാണെങ്കിലും അത് വിതയ്ക്കുന്ന നാശം അത്ര ചെറുതായിരിക്കില്ല എന്ന മുന്നറിയിപ്പുകൾ കൂടി വരികയാണ്.